Hello dears, how are you? Welcome back to our channel. I hope you all are fine. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ ലെസൺ ആണ്. എല്ലാവരും മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഡെമോ ലെസൺ എങ്ങനെയാണ് എടുക്കുന്നതെന്നല്ലേ. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബട്ട് സ്റ്റുഡൻസ് ഇല്ലാത്ത കൊണ്ടിട്ട് ഞാനായിട്ട് ക്ലാസ് എടുക്കുന്നൊന്നുമില്ല. എന്നാലും എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. നമ്മൾ ഡെമോ ലെസന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് മാർക്കർ പെൻസ്. അത് ഡിഫറെൻറ്റ് കളറിലുള്ള മാർക്കർ പെൻസ് കൊണ്ടുപോവുക. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് ടിപ്പുള്ളതാണെങ്കിൽ ബെറ്റർ. ഓക്കെ, കാരണം നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ കുറച്ച് വലിയ ലെറ്ററിൽ ലെജിബിൾ ആയിട്ട് എഴുതേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാനും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതാനും പറ്റിയ കളേഴ്സ് ചൂസ് ചെയ്യുക. ബ്ലൂ, ബ്ലാക്ക്, റെഡ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടാവണം. ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലൊരു പേന നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. യു ക്യാൻ ടേക്ക് പിങ്ക് കളർ ഓർ റെഡ് കളർ. മോസ്റ്റ്ലി ഇൻ CBSE they are using red color pen, and in British curriculum and American mostly they are using other color, purple or pink. So if you have a pen like this, it will be better. മൾട്ടി കളർ പെൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് റെഡ് ഉണ്ടാവും, കണ്ടോ, പർപ്പിൾ ഉണ്ടാവും. സോ വി ക്യാൻ ചൂസ് വാട്ട് എവർ വി വോണ്ട് ഫോർ മാർക്കിംഗ്. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ലെസൺ PPT ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ലെസൺ പ്ലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഓക്കെ, ലെസൺ പ്ലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡിഫറൻഷിയേറ്റഡ് വർക്ക്ഷീറ്റ്, മിഡിൽ അച്ചീവേഴ്സ്, ലോ അച്ചീവേഴ്സ്, ഹൈ അച്ചീവേഴ്സ്, ഈവൻ സെൻ ഉണ്ടെങ്കിൽ അത്, എക്സിറ്റ് കാർഡ്, ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ കോപ്പി ഒരെണ്ണം ഉണ്ടായിരിക്കണം. ആ ഒരെണ്ണം ഈ പറഞ്ഞ ലെസൺ പ്ലാനും വർക്ക്ഷീറ്റ്സും നമുക്ക് ഒരുമിച്ച് അങ്ങനെ പറയാം. അത് പ്ലസ് നമ്മൾ ഉണ്ടാക്കിയ PPTയും കൂടി പ്രിൻ്റ് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒരു ഫയലിലിട്ടിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവർക്കത് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ എന്തെങ്കിലും അവർ മിസ്സായിട്ടുണ്ടെങ്കിലും ഈ PPTയും ലെസൺ പ്ലാനും ഒക്കെ നോക്കുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ കിട്ടും നമ്മളെപ്പറ്റി, നമുക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലായിടത്തും മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ TVയുടെ പോലത്തെ മോണിറ്ററാണ് എപ്പോഴും യൂസ് ചെയ്യുക. ടച്ച് ഇൻട്രാക്റ്റീവ് സ്ക്രീനാണ്. സോ ആ സമയത്ത് ചില കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പല മെത്തേഡിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ചില സ്കൂളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ HDMI കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യും. ചില സ്കൂളിൽ HDMI കേബിൾ ഇല്ല, അതിന് പകരം ബയലറ്റോ ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്സ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുക. ചിലരൊക്കെ മൈക്രോസോഫ്റ്റ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് ലാപ്ടോപ്പിൽ. അപ്പോൾ അങ്ങനെ കണക്ഷൻ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിൽ ലെസൺ പ്രിപ്പയർ ചെയ്യുക. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട്, അതായത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നമ്മൾ PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണം PPTയിൽ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ടൈമർ ഇടുന്നുണ്ടെങ്കിലും ടൈമർ ഡൗൺലോഡ് ചെയ്ത് സെപ്പറേറ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട്, യൂട്യൂബിൽ നിന്ന് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ PPTയിലും സാധാരണ നമ്മൾ മൈക്രോസോഫ്റ്റ് PPTയിൽ ചെയ്യുമല്ലോ, അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് എല്ലാം കൂടി കോപ്പി ചെയ്ത് ഇതേപോലൊരു പെൻ ഡ്രൈവിൽ എടുക്കുക. അപ്പോൾ ഇൻറ്ററാക്റ്റീവ് സ്ക്രീൻ ആണെങ്കിൽ ഉറപ്പായിട്ടും പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡെമോ ക്യാൻസൽ ആവില്ല. നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നമ്മൾ എപ്പോഴും എടുക്കുക, ഒരു പെൻ ഡ്രൈവ് എടുക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഐപാഡാണ്. കുറേ പേര് മാക്ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആപ്പിളിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പോർട്ട് അവൈലബിൾ ആയിരിക്കില്ല എല്ലായിടത്തും. സോ അപ്പം അങ്ങനെയുള്ള കേസസിലും ഇതേപോലെ എടുക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. ഇനി ഗൂഗിൾ ഡോക്സിലാണ്, അതായത് നമ്മൾ ഇമെയിലിൽ കയറിയിട്ട് ഇമെയിൽ ഓപ്ഷൻ ഉണ്ടല്ലോ PPTയുടെ, അതിൽ നിന്നാണ് നമ്മൾ PPT പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വീഡിയോ ഒക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. കാരണം നമ്മൾ സെർച്ച് ചെയ്തിട്ട് വീഡിയോ ജസ്റ്റ് എടുത്ത് അതിലേക്ക് ഇട്ടാൽ മാത്രം മതി അല്ലേ, അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ആ വീഡിയോസ് അങ്ങനെ ഉണ്ടാക്കിയത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വീഡിയോ വർക്ക് ആവില്ല. ഓക്കെ, PPT ഇതിലേക്ക് എടുക്കുമ്പോഴേക്കും. അതാണ് ഞാൻ സെപ്പറേറ്റ്ലി അത് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഈവൻ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോക്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഒരു കോപ്പി നേരത്തെ തന്നെ ആ ഒരു HODക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കേസിൽ HODക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ്റർവ്യൂ ഒബ്സർവ് ചെയ്യുന്ന ആർക്കായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഡയറക്റ്റ്ലി, അവർക്ക് പിന്നെ ഡെയിലി അറിയുമായിരിക്കുമല്ലോ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന്, ആ രീതിയിൽ അവർ കണക്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, ഇത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എങ്ങാനും നമ്മുടെ PPT വർക്ക് ആവുന്നില്ല, കണക്റ്റ് ആവുന്നില്ല എന്ന് വരുവാണെങ്കിൽ ഇതേപോലത്തെ ഫ്ലാഷ് ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവണം, ഫ്ലാഷ് കാർഡായിട്ട്. ഇതിപ്പോൾ ഒരു
ഞാൻ എടുത്തൊരു ക്ലാസ്സിൻ്റെയാണ്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്, ഇതൊരു ലാബ് ലെസൺ ആയിരുന്നു. സോ ആ ടൈമിൽ കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഇത്രയെങ്കിലും വലുത് എടുക്കണമല്ലോ. ഇത് A3 സൈസാണ് കേട്ടോ. ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലാമിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാമിനേഷൻ ഷീറ്റ് ഇവിടെ വെക്കുന്നത് കൊണ്ട് ഒരു ഗുണവും കൂടിയുണ്ട്. ഏതാ നമുക്കിത് കാണിക്കാം, അല്ലെങ്കിൽ നമുക്കിത് വച്ചിട്ട് എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും ക്വസ്റ്റനൊക്കെ കൊടുക്കുന്ന നേരത്ത് ആൻസർ ചെയ്യുന്നതിന് പകരം ഇതൊന്ന് എഴുതിക്കേന്ന് പറയാം. ഓക്കെ, റൈറ്റ് ഹിയർ ഡോണ്ട് ഷോ എനിവൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ അവർക്ക് മാർക്കറും കൂടി കൊടുത്താൽ മാർക്കർ വെച്ച് എഴുതാം. എന്നിട്ട് ഇത് റബ്ബ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ. ഞാൻ ഇതേപോലത്തെ പ്ലെയിൻ ഷീറ്റ് A3 ഷീറ്റ് എടുത്തിട്ട് അതും ഇതേപോലെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ചില സമയത്ത് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ, കുഞ്ഞ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഷീറ്റ് വീതം ഇതേപോലെ A3 സൈസ് വീതം ഓരോ ഗ്രൂപ്പിനും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഇതിൽ ആൻസേഴ്സ് ഒക്കെ എഴുതാം. പിന്നെ അത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും റബ്ബ് ചെയ്യുന്നത് വഴി. പിന്നെ ഇതാണ് ഇപ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഷീറ്റ്സും അതുപോലെ തന്നെ എക്സിറ്റ് കാർഡ്സും. വർക്ക് ഷീറ്റ് ഞാനിപ്പോൾ A3 സൈസിൽ എടുത്തേക്കണം. ഓരോ ഗ്രൂപ്പിൻ്റെയും ഡിഫറൻഷ്യേറ്റഡ് ആണ്. ലോ അച്ചീവേഴ്സിനുണ്ട്, മിഡിൽ അച്ചീവേഴ്സിനുണ്ട്, ഹൈ അച്ചീവേഴ്സിനും ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എക്സിറ്റ് കാർഡും ഇതേപോലെ പാക്കിലാക്കി വെക്കുക. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇതേപോലെ, ഇത് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച അതേ ഐറ്റം തന്നെയാണ് കേട്ടോ. അത് ഇതേപോലെ ഓരോ ഗ്രൂപ്പിനുള്ളതും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു സെക്കൻഡ്. എന്നിട്ട് പിന്നെ ഞാനിത് കാണിക്കാൻ പോകുന്ന കുറച്ച് ആക്ടിവിറ്റി ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇത് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രാംസ് ഇതേപോലെയൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ വാങ്ങിച്ച് വെക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന മിറേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഡേ ടു ഡേ ഒക്കെ പോകുന്ന സമയത്ത് വാങ്ങിയിട്ട് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മിററായിരുന്നു. അതൊക്കെ ബ്രേക്ക് ചെയ്ത് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിററായിരുന്നു. അതെല്ലാം ബ്രേക്ക് ചെയ്ത് 2 പീസാക്കി എടുത്തു. ചോപ്പ് സ്റ്റിക്ക് നമ്മൾ ആക്റ്റീവ്ലി യൂസ് ചെയ്തു. ഇത് ഞാൻ എവിടെയും കണ്ടതല്ല കേട്ടോ, ഞാൻ തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മളൊരു ആക്ടിവിറ്റിയിൽ എത്തുമല്ലോ, അങ്ങനെ കണ്ടുപിടിച്ച ആക്ടിവിറ്റിയൊക്കെയാണ്. പിന്നെ കാരണം സ്കൂളിലൊക്കെ സാധാരണ പിന്നല്ലേ ഉപയോഗിക്കാറ്, പിന്നെ അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുക. പിന്നെ ഗ്ലോബ് ഉണ്ടെങ്കിൽ ഗ്ലോബൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, കോമ്പസ്, ഇങ്ങനത്തെ കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ടല്ലോ. ഇലക്ട്രോണിക് ആണെങ്കിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതേപോലെ ഓരോ പീസസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസണിലേക്ക് പോകുമ്പോൾ ഞാൻ PPT വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സയൻസിൻ്റെ ആണ്. കുറേ പേര് എൻ്റെ അടുത്ത് മാത്സിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മാത്സിൻ്റെ, എക്കണോമിക്സിൻ്റെ എങ്ങനെ എടുക്കും, ഹ്യൂമാനിറ്റീസിൻ്റെ എങ്ങനെ എടുക്കും, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ്ലി എടുക്കാൻ അറിയില്ല. എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരേ മെത്തേഡാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന സയൻസിൻ്റെ ലെസൺ നിങ്ങൾ നോക്കിയിട്ട് അതേ മെത്തേഡിൽ നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണെങ്കിൽ അതെടുക്കുക, എക്കണോമിക്സ് ആണെങ്കിൽ അതെടുക്കുക, മാത്സ് ആണെങ്കിലും അതുപോലെ തന്നെ. ഐഡിയ മാത്രമാണ്, സബ്ജക്റ്റ് നോളജ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ഇടേണ്ടതാണ്. ആക്ടിവിറ്റീസും നിങ്ങൾ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഐഡിയാസ് സെയിം ആണ്, മെത്തേഡ്സ് സെയിം ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണ് ഇത് നല്ലപോലെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. ഓക്കെ, കാരണം നാട്ടിലെ പഠിപ്പിക്കുന്ന രീതി അല്ല ഇവിടെ വരുമ്പോൾ കുറേ അധികം മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ലെസണിലേക്ക് പോകാം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണതെന്നൊക്കെ പറയാം. സോ ലെറ്റ് മീ ടേക്ക് മൈ PPT. എൻ്റെ PPT വരുന്നത് കേട്ടോ. ഇതിൽ ഇയർ 9 ആണ്, സബ്ജക്ട് സയൻസ്, ലെസൺ ഫോക്കസസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒരു സ്ക്രീനിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇന്നെടുക്കുന്ന ടോപ്പിക്ക്, അതുപോലെ സബ്ജക്റ്റ്, ഇയർ ആണ്. അതിൻ്റെ ലെസൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ടു എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർഡർ തിങ്കിങ് ആണ്. ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ട് ഹയർ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഹയർ എക്സ്പെക്റ്റേഷൻ ആണ് കുട്ടികൾക്ക് സെറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു PPTയുടെ ഫസ്റ്റ് സ്ലൈഡ് കാണിക്കുന്നില്ല. ഞാൻ നേരെ പോകുന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ലൈഡായിട്ട് ഞാൻ കുട്ടികളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു. ഇമാജിൻ, ഓക്കെ, വി ആർ ഗോയിങ് ടു ദ ക്ലാസ് and just we have to get a connection with the students. So good morning പറയുന്നു, ഓക്കെ, how are you പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഞാൻ ആയിഷ. അപ്പോൾ ഞാനിത് ഇന്നൊരു ചെറിയൊരു പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് നല്ല പോലെ ആൻസർ ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് കൊടുത്തതിന് ശേഷം ക്ലിയർ ആയിട്ട് എക്സ്പെക്റ്റേഷൻസ് അവിടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ക്ലിയർ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് പറയാം, ഞാൻ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷനും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ അതിന് വേണം ആൻസർ ചെയ്യാന്നുള്ളൊരു ക്ലിയർ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബോർഡിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഒന്നും എഴുതിയിട്ടില്ല, കുട്ടികളോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ മൈ ഡിയേഴ്സ്, you can see 2 pictures in this slide, right? Can you please guess the topic for today from this? You can see mirror and different things. Just guess the topic. Then be silent. Wait for a minute. Okay? സ്റ്റുഡൻസിന് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബോഡി പാർട്സ് എന്നും മിറർ എന്നും റിഫ്ലക്ഷൻ എന്നും ഞാനവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും റിഫ്ലക്ഷൻ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലോ അബിലിറ്റി സ്റ്റുഡൻസ് ഒക്കെയാണ് ഏറ്റവും കൂടുതലെങ്കിൽ അവർ വേറെ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലൂ കൊടുക്കും. അപ്പോൾ അവർ പറയും റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മൈ ഡിയേഴ്സ്, വെരി ഗുഡ് എന്ന് പറയാം. പിന്നെ ഇതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം, ഇത് വാമർ ആക്ടിവിറ്റി ആണ്. സോ ദിസ് ഇസ് തിങ്ക് പെയർ ഷെയർ. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഇത് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്, ക്ലാസ്സിലേക്ക് വരുന്നു, കുട്ടികളോട് വിഷ് ചെയ്യുന്നു, ഞാൻ ആരാന്നൊക്കെ പറയുന്നു, പിന്നെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ക്യുക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ലൈഡ് ഇത് കാണിക്കുന്നു, ഇത് കാണിച്ചിട്ട് ചോദിക്കുന്നു. അപ്പോൾ കുട്ടികളായിട്ട് തന്നെ ടോപ്പിക്ക് ഗസ് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ ടോപ്പിക് ഗസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഇനി വയ്ക്കും. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ പറയാണ്, ഓക്കെ ഡിയേഴ്സ്, ടുഡേസ് ടോപ്പിക് ഈസ് laws of reflection of light. Lesson objective is to explain the laws of reflection of light. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ബോർഡിൽ മാർക്കർ എടുത്തിട്ട് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ എഴുതാം, അല്ലെങ്കിൽ സെയിം കളർ, നിങ്ങളുടെ ചോയ്സ്. ആദ്യം തന്നെ ഡേറ്റ് എഴുതുക. ഡേറ്റ് ഒരു നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ്, റൈറ്റ് കോർണറിലും എഴുതാം, ലെഫ്റ്റ് കോർണറിലും എഴുതാം. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും ലെഫ്റ്റ് കോർണറിലാണ് കേട്ടോ ഡേറ്റ് എഴുതുക. ഫസ്റ്റ് ഡേറ്റ് എഴുതുന്നു, ടോപ്പിക് എന്ന് എഴുതിയിട്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് എഴുതുന്നു, ലെസൺ ഒബ്ജക്റ്റീവ് എഴുതിയിട്ട് ടു എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് എഴുതുന്നു. ആ എഴുതുന്ന സമയത്ത് മിണ്ടാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ കുട്ടികൾക്ക് ബോറടിക്കും. അപ്പോൾ കുട്ടികളോടൊന്ന് റീഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ ബോർഡിൽ എഴുതി കഴിയുന്നു. ഓക്കെ, അത്രയും എഴുതിയതിന് ശേഷം നമ്മൾ പറയാണ് കുട്ടികളോട് ഇനി അവർ എന്തൊക്കെയാണ് ക്ലിയർ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സക്സസ് ക്രൈറ്റീരിയ ഇന്നത്തെ ഇതാണ്. ഓൾ സ്റ്റുഡൻസ് ക്യാൻ draw the ray diagram for the reflection of light. most എന്ന് വെച്ച് കഴിഞ്ഞാൽ UAEയുടെ ഇതനുസരിച്ചിട്ട് 75% to 90% ആണ് MOE സെറ്റ് ചെയ്തേക്കുന്നത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 15% ആണ്. അപ്പോൾ നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ ഫ്യൂ ആയിരിക്കും ഹയർ എബിലിറ്റി ഉള്ള സ്റ്റുഡൻസ്. മോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ അച്ചീവേഴ്സ് ആയിരിക്കും. ഓൾ എന്നുള്ളത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളാണ്. അപ്പോൾ ഈ 3 ഇതാണ് നമ്മൾ പറയുന്നു. ഇതൊക്കെ 1 മിനിറ്റിൽ വേണം പറയാനായിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ, ടോപ്പിക്ക് ഏതാന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. റിഫ്ലക്ഷൻ എല്ലാവരും പറഞ്ഞപ്പോൾ റിഫ്ലക്ഷനാണെന്ന് സമ്മതിക്കുന്ന ഒരു സ്ലൈഡാണിത്. അതിനുശേഷം ഞാൻ അവരോട് ആരെങ്കിലും ഒരാളോട് പറയുന്നു, ഓക്കെ പ്ലീസ് റീഡ് ദിസ് കീവേഡ്സ് എന്ന് പറയുന്നു. കുട്ടികൾ പറയാണ് നോർമൽ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പെർപെൻഡിക്കുലർ. ഓക്കെ, ഇത് പറയുന്നു. സോ when I am asking this question, I will turn on this timer. Okay, this is very good. ഇത് നമ്മുടെ ഒരു ക്ലാസ്സിനെ ഗുഡ് എന്നുള്ള ലെവലിലേക്ക് ഉയർത്താനുള്ളൊരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് ടൈമർ ഇടുക എന്നുള്ളത് കേട്ടോ. ടൈമർ മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഞാനിവിടെ ടൈമർ ഇട്ടിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ കുട്ടികൾ ഇത് വായിച്ചു തരും ഫോർ ഷുവർ, ബിക്കോസ് ഓൺലി 4 words, റൈറ്റ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് പ്രീവിയസ് നോളജ് ചെക്കാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നു, ഓക്കെ യു നോ ടുഡേസ് ടോപ്പിക് ഇസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, നോ വറീസ്. സോ നെക്സ്റ്റ് ഇസ് ഐ എം ജസ്റ്റ് ഗോണ ചെക്ക് യുവർ previous knowledge. Okay, so it's an individual activity. Don't show your answer, don't share your answer with anyone else എന്ന് പറഞ്ഞിട്ട് ഞാനിത് പ്രിൻ്റ് എടുത്തിട്ടുള്ള ഇതേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് ഒരു 30 പ്രിൻ്റൊക്കെ എടുത്തിട്ട് 30 കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു. നമ്മളായിട്ട് കൊണ്ട് കൊടുക്കേണ്ട, ഒരു 5 വീതം ഓരോ ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പാസ് ചെയ്ത് എല്ലാവർക്കും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എല്ലാവരുടെ കയ്യിൽ ഇത് എത്തും. ഓക്കെ, നമ്മൾ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും, അത് വേണ്ട.
സോ എന്നിട്ട് അവർക്ക് ഇതേപോലെ MCQs കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ ചെയ്ത് കഴിയും. ഓക്കെ, ഡെമോ ഒക്കെ ആകുമ്പോഴേക്കും ശ്രദ്ധിക്കണം ടൈമിൽ നമ്മുടെ ക്ലാസ് തീർക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് MCQs കൊടുക്കുന്നതാണ്. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിണ്ടുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡെമോ ക്ലാസ് എടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓൺലി 5 മിനിറ്റ്സേ മിണ്ടാൻ പോകുന്നുള്ളൂ. 5 മിനിറ്റ്സിൽ താഴെ ഞാൻ മിണ്ടുന്നുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ സ്പീക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഞാൻ ഡെമോ എടുത്ത് കാണിക്കും? കുറേ അധികം ആളുകൾ പിന്നെയും ഇത് ചോദിച്ചിരുന്നു. ഇതുകൊണ്ടിട്ടാണ് എനിക്ക് ഡെമോ എടുത്ത് കാണിക്കാൻ പറ്റാത്തത്. സോ ഞാൻ അവരോട് പറയുന്നതേ ഉള്ളൂ, ഇൻസ്ട്രക്ഷൻസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സ്റ്റുഡൻസിന് ഇത് കൊടുത്തു, എന്നിട്ട് അവരോട് പറയാണ് ഇത് പറഞ്ഞല്ലോ നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ കുട്ടികളിത് അത് കൊടുത്തതിന് ശേഷം തന്നെ ഞാനിവിടെ ടൈമർ ഓൺ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തൂടെയൊക്കെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല അവർക്ക്. ഇവർ വൺസ് ഇത് എഴുതി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയും, ഈ സെൽഫ് അസസ്മെൻറ്റ് റൂബ്രിക്സ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് അവർക്ക് കൊടുത്തിട്ടുള്ള ആ പേപ്പറിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും ഓക്കെ, യു ആൾ ഡൺ റൈറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ദിസ് വൺ സെൽഫ് അസസ്മെൻറ്റ് റൂബ്രിക്സ്. ഇഫ് യു ഗോട്ട് a 4 out of 4 you can tick in the excellent. Okay, then 3 out of 4 means very good and 2 out of 4 is good. 1 out of 4 need hard work. You can self assess yourself എന്ന് പറയുന്നു. അവർ തന്നെ അതിൽ ടിക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ടിക്കിങ്ങും അതുപോലെ തന്നെ സെൽഫ് അസസ്മെൻറ്റും കഴിയും. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് അസസ്മെൻറ്റ് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോഴല്ല, ഇതിപ്പോൾ വൺസ് ഇത് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ ഇത് വെച്ചിട്ടാണ് ആൻസർ റിഫ്ലക്ഷൻ ആണ് എഴുതിയിരിക്കണമെങ്കിൽ ടിക്ക് ചെയ്യും, സൺ ആണെങ്കിൽ ടിക്ക് ചെയ്യും. അങ്ങനെയാണ് 4 out of 4 ആണോ 3 out of 4 ആണോ എന്ന് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റ്സിൽ കഴിഞ്ഞല്ലോ. സോ ഞാൻ പറയും ഓക്കെ, വെരി ഗുഡ്, യു അസസ് യുവർ സെൽഫ് എന്ന് പറയും. ആ ഒരു അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിലേ പോയി നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഏതൊക്കെ കുട്ടികളാണ് എക്സലൻറ്റിലുള്ളത്, ഏതൊക്കെ കുട്ടികളാണ് വെരി ഗുഡ് നീഡ് ഹാർഡ് വർക്ക് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് മെയിൻലി. Because new students, it's a demo lesson, right? So we have no previous experience with these students. So we comes to know about their levels only by the self-assessment. Then next step ഞാൻ പറയുന്നു okay, so you know very well about this topic. So now we are going to see how the laws of reflection works. You can get different new knowledge from this. So watch it carefully. Then after that you have some differentiated questions to answer എന്നുള്ളത് പറഞ്ഞിട്ട് അത്ര പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യും. വീഡിയോ ഇത് ഒരു 4 മിനിറ്റ്സ് താഴെയുള്ള വീഡിയോ ആയിരിക്കും ഇത് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ വർക്ക് ആവുന്നതാണ്. സോ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഞാനിവിടെ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ അച്ചീവറിനെയും, യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ അച്ചീവറിനെയും, ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ അച്ചീവറിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇത് ക്വസ്റ്റ്യനിങ് മെത്തേഡിൽ തന്നെ ചോദിക്കുന്നു. 1-2 കുട്ടികളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ 2 കുട്ടികളോട്, മറ്റത് അങ്ങനെ ഓരോ കുട്ടികളുമായിട്ട് ഹാഫ് ആയിട്ടായിരുന്നെങ്കിലും ആൻസേഴ്സ് ഹെൽപ്പ് ചെയ്ത് പറയുന്നു. ഓക്കെ, ഇതൊരു 4 മിനിറ്റ്സിൽ നമ്മൾ കഴിയും. കാരണം വീഡിയോ കാണിക്കലും ക്വസ്റ്റ്യനിങ്ങും കൂടി 4 മിനിറ്റ്സേ ഉള്ളൂ ടൈം. അതിനുശേഷം ഇതാണ് നമ്മുടെ ടീച്ചിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ടീച്ചിങ് ടൈമാണ്. സോ നിങ്ങൾ ചോദിച്ചാൽ ഡെമോ എടുത്ത് കാണിക്കുമോ എന്ന് ചോദിച്ചാൽ സ്ലൈഡ്സ് ഞാൻ കാണിക്കാം. ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളത് ഈ ഒരു ഒറ്റ സ്ലൈഡാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ ലെക്ചറിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ദർ ഇസ് 2 ലോസ് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൾറെഡി ദേ വാച്ച് ദ വീഡിയോ, റൈറ്റ്? സോ ആ വീഡിയോ തന്നെ അവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ 2 ലോസും ബോർഡിലേക്ക് എഴുതും കേട്ടോ, വിസിബിൾ ആവാൻ വേണ്ടി ബോർഡിലേക്ക് എഴുതും. കൂടാതെ ഈ തന്നിരിക്കുന്ന പിക്ചറും കൂടി അവിടെ വരയ്ക്കും. എന്നിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയൊക്കെ ഞാൻ പറഞ്ഞ് എഴുതിക്കും. ഓക്കെ, അത് മാത്രം ഞാനൊരു 4 മിനിറ്റിൽ ഇത് കഴിയും. ഇതാണ് ഞാൻ ടീച്ച് ചെയ്യുന്ന ഒരേ ഒരു പോർഷൻ. I think you got it, right? Yes. പിന്നെ കുറേ അധികം ആളുകൾ മുഴുവൻ വീഡിയോസ് കാണാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ഡോണ്ട് ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഓൾ വീഡിയോസ്. യു വിൽ ഗെറ്റ് ആൻസർ ഫ്രം ദാറ്റ് ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ആൻസർ ചെയ്യില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ജോക്കിങ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആക്ടിവിറ്റിയാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന 10 മിനിറ്റ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി കൊടുക്കുന്നതിന് മുമ്പ്
ഞാൻ പറയുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഫയൽസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് തന്നെയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട. ഓരോ ഗ്രൂപ്പും ഇൻഡിവിജ്വലി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഡിവിജ്വലി എന്നല്ല, ഗ്രൂപ്പ്സ് ഇൻഡിവിജ്വലി ചെയ്യുക. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചിലതിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. QR കോഡ് ഉള്ളത് സ്കാൻ ചെയ്ത് അതിൻ്റെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കണ്ട് റീഡിംഗ് മെറ്റീരിയൽ വായിച്ചിട്ട് വേണം ചെയ്യാമെന്ന് പറയാം. CBSE സ്കൂൾസ് ആണെങ്കിൽ കൂടുതൽ QR കോഡൊന്നും കൊടുക്കരുത്. ബിക്കോസ് CBSEയിൽ എല്ലായിടത്തും ഐപാഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് അത് വേണ്ട. അല്ലാത്തടത്തൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർക്ക് റീഡിംഗ് മെറ്റീരിയൽസ് പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ആയിട്ടൊരു പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റില്ല. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക്ഷീറ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നമ്മളൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ലോ ലെവൽ, ഹൈ ലെവൽ, മിഡിൽ അച്ചീവേഴ്സ് ആൻഡ് സ്റ്റുഡൻ്റ് ആണ് ബ്ലൂ കൊടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഏത് കളറാണെന്ന് മനസ്സിലാവാൻ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കളർ കൊടുക്കുക. റെഡ് ഞാൻ എടുത്തേക്കുന്നത് ഹൈ അച്ചീവറിനാണ്, യെല്ലോ മിഡിൽ അച്ചീവറിനാണ് എന്നൊക്കെ ഉള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന് അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തു. എന്നിട്ട് ഓരോരുത്തർക്കും ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക. എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ആണ്, ടാലി ആക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുക. അവർക്ക് മെറ്റീരിയൽസ് ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഗ്രാഫ് മെറ്റീരിയൽസ് ആവാം, അത് കൊടുത്തിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. കട്ട് ആൻഡ് പേസ്റ്റ് ആവാം. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ആൻഡ് ദ ടോപ്പിക് യു ക്യാൻ ചൂസ് വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, ആക്റ്റീവ് ആക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് അല്ലേ. അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലും സാധനം എത്തിക്കഴിഞ്ഞാൽ, അതായത് വർക്ക്ഷീറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ടൈമർ 10 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. ഏതെങ്കിലും ഗ്രൂപ്പുകാർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി വൺസ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആകും കേട്ടോ. ഇത് 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ആവും. കാരണം ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട്, ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഒരു 5 സ്റ്റുഡൻസ് ആണ് കേട്ടോ ഒരു ഗ്രൂപ്പിൽ വരാൻ പാടുള്ളൂ, മാക്സിമം ഓഫ് 5. സോ അവരാരെങ്കിലുമൊക്കെ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ അതിന് ശേഷം ഞാൻ അപ്പോൾ 10 മിനിറ്റും കൂടി പോയല്ലേ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു 1 മിനിറ്റിൻ്റെ സംഭവമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ UAE ലിങ്ക് അല്ലെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡാണ്. UAE ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു 1 മിനിറ്റ് ആക്ടിവിറ്റി കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് SDG ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ ഡിയേഴ്സ്, okay, you know about this applications of reflection of light right now. So let me ask about SDG. Do you know what is the full form of SDG? Then students will say for sure this is sustainable development goal. Yes, for then I'll say yeah, very good, it is a sustainable development goal. Then now I'm giving a task for you. Can you choose a correct option for correct SDG goal for our topic? Then they may guess. Okay, so from this they can choose from this, because sustainable development goal is these all 17 goals are there. Okay, after they choose, I'll give some time to make sure that, then I'll say yeah, let's see if the answer is correct, just clap your hand എന്ന് പറയും. ഞാൻ ചുമ്മാ പറയുന്നതാണ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് വെക്കുകയാണ്. സോ സം ഓഫ് ദം വിൽ ഷുവർലി ചൂസ് ദിസ് വൺ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഈസ് റിലേറ്റഡ് ടു ദ ടോപ്പിക്. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൈയടിക്കും. അപ്പം ഞാൻ വെരി ഗുഡ് പറഞ്ഞിട്ട് നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് yeah, reflection time, right? So can you please tell about what you learned today എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ 1-2 കുട്ടികൾ അതിൻ്റെ ആൻസർ പറയും. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ അപ്പോഴേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരോട് തന്നെ ചോദിക്കുക, അവരുടെ പേര് പറ്റുമെങ്കിൽ ഒന്ന് വേറെ ആൻസറൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ജുനൈദ് എന്നാന്ന് വെച്ചു. അപ്പോൾ ജുനൈദിനെ വിളിക്കുന്നു, റിഫ്ലക്ഷൻ. ജുനൈദ്, can you please tell the reflection for today? Then he will say the answer. Then after that I'll give the exit card. Okay, സോ എക്സിറ്റ് കാർഡിൻ്റെ ടൈമിൽ ഞാൻ എക്സിറ്റ് കാർഡ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. എക്സിറ്റ് കാർഡ് ആ സമയത്ത് ഞാൻ മോസ്റ്റ്ലി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് പ്ലീനറി ചെയ്യാനായിട്ട്. എക്സിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ പ്ലീനറിയാണ്. സോ www
2 ക്വസ്റ്റ്യൻ 1 ആൻസർ, അങ്ങനെയൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. സോ ഞാൻ മോസ്റ്റ്ലി ഡെമോയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ വാട്ട് യു ലേൺ ടുഡേ ദെൻ 1 ഡൗട്ട്, അതാണ്. അപ്പോൾ വാട്ട് യു ലേൺ ടുഡേയിൽ തന്നെ ഞാൻ ഈ സക്സസ് ക്രൈറ്റീരിയ എടുത്തിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് കുട്ടികളോട് പറയും ഇതിലേതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്ത് എഴുതാൻ പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിക്കാണ്. സോ സ്റ്റുഡൻസ് എല്ലാവരും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണം, സക്സസ് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യണം. അപ്പോൾ അത് വിസിബിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഐഡിയ ഉണ്ടാവും കേട്ടോ. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര ജീനിയസ് ഒന്നും അല്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് ഇതിലേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 അവർ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഷോ ദാറ്റ് എവറിബഡി റീച്ച് ദ സക്സസ് ക്രൈറ്റീരിയ, അല്ലേ? അങ്ങനെ ഓർത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ അതിലും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ, ഓക്കെ? ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ മീ ആസ് വെൽ, ഓക്കെ? അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. അതിനുശേഷം വൺസ് എക്സിറ്റ് കാർഡ് ഫിനിഷ് ആയിട്ടും ടൈം കഴിഞ്ഞിട്ടില്ല, ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ക്വിക്കായിട്ടൊക്കെ എടുത്ത് തീർത്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ആഡ് ചെയ്യാം. അതൊരു 5 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി ആഡ് ചെയ്ത് വയ്ക്കുക. മേക്ക് എ DIY മിറർ മേസ് അറ്റ് ഹോം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ഗെറ്റ് ഇൻവോൾവ്ഡ്, ഓക്കെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കുട്ടികളോട് പറഞ്ഞിട്ട് എന്താണ്, ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് എന്താണ് നമുക്കൊരു അനദർ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇത് ഞാൻ ഇട്ടത് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല, കാരണം വീട്ടിലുണ്ടാക്കുന്ന കാര്യം ഇവിടെ ഇടേണ്ട അത്ര ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നീട് അതിനോട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യനാണ്. ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ഒരു 5 മിനിറ്റ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ട് വയ്ക്കുക. ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേക്കും ആ ഒരു 5 മിനിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് 10 മിനിറ്റ് ഫ്രീ ഉണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ആക്കാമല്ലോ. കുട്ടികളോട് ആദ്യം തന്നെ ചെയ്യാൻ പറയുന്നു, എന്നിട്ട് കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ അവസാനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും ഇവിടെ. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ ടൈം തികയാതെ വരികയാണ് ചെയ്യണേ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ചെറിയ ടോപ്പിക് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അധികം സ്പീഡിൽ പോകരുത്. UAE സ്റ്റുഡൻസ് മൾട്ടി കൾച്ചറൽ ലിംഗ്വൽ സ്റ്റുഡൻസ് ആയതുകൊണ്ടിട്ട് തന്നെ സ്ലോ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇത് എക്സിറ്റ് കാർഡ് കളക്ട് ചെയ്തതിന് ശേഷം ഇതും ചോദിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് താങ്ക് യു പറയുന്നു. താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ്, ദാറ്റ്സ് ഫൈൻ, ഫിനിഷ്. അപ്പോൾ വെൽ ഡൺ ക്ലാസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലെസൺ ഒബ്ജക്റ്റീവ് നമ്മൾ കറക്റ്റായിട്ട് കുട്ടികൾ തന്നെ ഗസ് ചെയ്തു ടോപ്പിക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന്. അതിനുശേഷം നമ്മളത് തന്നെ സെൽഫ് അസസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സക്സസ് ക്രൈറ്റീരിയ എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ നമ്മൾ കീവേഡ്സ് കുട്ടികൾക്ക് പറഞ്ഞു. പിന്നെ ഒരു പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുന്നത് സെൽഫ് റൂബ്രിക്സ് വെച്ചിട്ട് അവർ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു AFL ക്രൈറ്റീരിയ ആണ്, അത് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഒരു വീഡിയോ കാണിച്ചു, വീഡിയോയിൽ കൂടി ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു കുട്ടികളെ. എന്നിട്ട് അത് പഠിച്ചോ എന്നറിയാൻ വേണ്ടി ഡിഫറൻഷ്യേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടീച്ചർ ടൈമിൽ നന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെ നമ്മൾ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി സ്റ്റുഡൻസിനെ കൊണ്ട് ബോർഡിൽ കൊണ്ട് വരപ്പിക്കുന്നുമുണ്ട് കേട്ടോ. അതിനുശേഷം മെയിൻ ആക്ടിവിറ്റി കൊടുക്കുന്നു. മെയിൻ ആക്ടിവിറ്റി ഹാൻഡ്സ് ഓൺ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിനും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ട്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അത് അവർ 10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നു, UAE ആയിട്ടുള്ള ലിങ്ക് ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ SDG ഗോൾസ് അവർ പഠിക്കുന്നുണ്ട്. സോ എക്സിറ്റ് കാർഡ്, റിഫ്ലക്ഷൻസ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് ഇവിടം വരെയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ഒരു നിർബന്ധമുള്ള കാര്യമല്ല, ബട്ട് ടിൽ എക്സിറ്റ് കാർഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടം വരെ കഴിഞ്ഞാൽ മാത്രം, ഓൺ ടൈമിൽ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഒരു ക്ലാസ് ഗുഡ് ആയിട്ട് റേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ ടൈമറും കൂടി ഇടുവാണെങ്കിലാണ് ഏറ്റവും ഗുഡായിട്ട് റേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ നമ്മൾ സക്സസ് ക്രൈറ്റീരിയ റീച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എക്സിറ്റ് കാർഡിൽ നമ്മൾ സക്സസ് ക്രൈറ്റീരിയ ഇട്ടത് കൊണ്ടിട്ട് നമ്മൾ റീച്ച് ചെയ്തു എന്നും കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ നമുക്ക് ക്ലാസ് എടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ട് പിന്നെയും എൻ്റെ അടുത്ത് ചോദിക്കാം, പക്ഷേ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ചോദിക്കാം കേട്ടോ.
പിന്നെ എന്താണ് ഈ ഒരു കാരണം കൊണ്ടാണ് കണ്ടോ ഇതിൽ PPT മനസ്സിലായി കാണുമല്ലോ, ഒറ്റ സ്ലൈഡാണ് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്യണത് അല്ലേ. കുട്ടികളുടെയൊക്കെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്തോ, ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൂസ്റ്റ് ചെയ്യുന്നു കുട്ടികളെ ചെയ്യാൻ, ചിയറപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്നൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. UAE പഠിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാമിക് കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ നമ്മൾ കുറച്ച് അധികം റെസ്പെക്റ്റ് ചെയ്യണം. ദുബായിലാണെങ്കിൽ അത്ര റെസ്പെക്റ്റ് വേണ്ട, അവർക്ക് എന്ത് വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും. ഷാർജ ആണെങ്കിലും അജ്മാൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് അവർ ഇസ്ലാമിക് കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഒരു നല്ല ക്ലാസ് ആണോ എടുത്തിട്ടുള്ളതെന്ന്. അല്ലാതെ നമ്മുടെ പെർഫോമൻസ് വൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് നല്ല എനർജറ്റിക് ആയിട്ട് ഭയങ്കര ചിയറപ്പായിട്ട് നമ്മളിങ്ങനെ പഠിപ്പിക്കണം അല്ലേ. നമ്മൾ എത്ര അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നോ അതനുസരിച്ചിട്ടാണ്. ഇവിടെ അതല്ല, ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. നാട്ടിലും ഉണ്ട് ക്രൈറ്റീരിയ, എങ്കിലും നമ്മുടെ പെർഫോമൻസിൻ്റെ ക്രൈറ്റീരിയ അല്ലേ ഇത്. നമ്മളെ അല്ല റേറ്റ് ചെയ്യണേ, കുട്ടികളെയാണ്. കുട്ടികൾക്ക് എത്ര മനസ്സിലായി, കുട്ടികൾ എത്രമാത്രം നമ്മൾ കൊടുത്ത വർക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റി, കുട്ടികൾക്ക് നമ്മൾ സക്സസ് ക്രൈറ്റീരിയ ഇതൊക്കെ എഴുതിയത് മനസ്സിലായോ, അവർക്ക് എത്ര നമ്മളോട് കണക്ട് ചെയ്യാൻ പറ്റി, ഇതൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ ടീച്ചറിൻ്റെ സ്കില്ലല്ല നോക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന സ്കില്ലെന്ന് പറയുന്നത് കുട്ടികൾക്ക് എത്ര മനസ്സിലായി എന്നുള്ള സ്കില്ലാണ് ഇവിടെ നോക്കുന്നത് എന്നുള്ളത് മൈൻഡിൽ വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഡെമോ ക്ലാസ് ഞാനായിട്ട് എടുക്കുമെന്ന് പറയല്ലേ, കാരണം അത് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കുട്ടികളില്ലാതെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്താണ് ഡെമോ എടുക്കാൻ പറയണമെങ്കിൽ ടീച്ചേഴ്സിനെ കുട്ടികളാക്കി വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റഡ് വർക്ക്ഷീറ്റൊക്കെ കൊടുത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം പോലെ തന്നെ ടീച്ചേഴ്സിന് അത് ഫില്ല് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അവർ ഫില്ല് ചെയ്യട്ടെ, എന്നിട്ടാണ് നമുക്ക് ബാക്കി അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് നമ്മൾ വർക്ക്ഷീറ്റൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് പോയി ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു പേന എടുക്കണം എന്നുള്ളത്. അത് ഇവിടെ റെഡ് അധികം ബ്രിട്ടീഷ് കരിക്കുലം നമ്മൾ യൂസ് ചെയ്യില്ല. റെഡ് ഇസ് എ കളർ ഓഫ് ഡേഞ്ചർ. അങ്ങനെയാണ് ബ്രിട്ടീഷ് കരിക്കുലം കേംബ്രിഡ്ജ് ഒക്കെ കണക്കാക്കിയിരിക്കുന്നത്. കൂടുതൽ സ്കൂളിലും എനിക്ക് കിട്ടിയ PDയിലൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം, റെഡ് അങ്ങനെയാണ് എടുക്കുന്നത്. സോ റെഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. PPTയിലാണെങ്കിലും അത്ര യൂസ് ചെയ്യേണ്ട റെഡ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദുബായ്. ഓക്കെ, അവിടെ അത്ര യൂസ് ചെയ്യേണ്ട. ബാക്കി ഇതിൽ കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്കൂളിലൊക്കെ പിങ്കും പേർപ്പിളും ആയിരുന്നു ബ്രിട്ടീഷ് കരിക്കുലത്തിൽ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഒരു CBSEയിൽ റെഡും ആയിരുന്നു. ഓക്കെ, അതാണ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുട്ടികളെ മാക്സിമം എൻഗേജ് ചെയ്ത് വയ്ക്കുക, അവരുടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇത് വളർത്തുക, അവരെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിക്കുക. അതാണ് മെയിൻ മനസ്സിൽ ഗോൾ വെക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടു, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അബായ ഇടാവുമെന്ന്. യെസ്, ഓഫ് കോഴ്സ്. UAE അല്ലേ, ഇസ്ലാമിക് കൺട്രിയാണ്. സോ അബായ എല്ലായിടത്തും ഇടാവുന്നൊരു വേഷമാണ്. ഈവൻ മിനിസ്റ്റേഴ്സൊക്കെ എല്ലാവരും അബായ അല്ലേ, കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർ ഒഫീഷ്യൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെ ടീച്ചിങ്ങിൻ്റെയൊക്കെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാട്ടിലുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. കൂടുതൽ വീഡിയോസൊക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. കുറേ അധികം പേര് നല്ല വീഡിയോസ് എന്ന് പറയുന്നുണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. അതൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ടും. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും എപ്പോഴും വീഡിയോസ് വരുന്നത് അപ്ഡേറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചെങ്കിലും എന്തായാലും 1 പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, ഷുവറാണ്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടും മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുക, എല്ലാവർക്കും CV അയച്ചു കൊടുക്കുക, ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നിങ്ങൾക്കത് ഉറപ്പായിട്ടും അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും കിട്ടില്ല. സോ യു നീഡ് ടു ഡു ഇറ്റ് ഫസ്റ്റ്. ഓക്കെ, സെർച്ച് ചെയ്യുക, കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക. നിങ്ങളുടെ ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആക്കാമോ അതുപോലെ ഡിഫറെൻ്റ് ആക്കുക, യുണീക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യും. സോ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്.
സോ എപ്പോഴും മിറാക്കിൾ എപ്പോഴും സംഭവിക്കാം. മിറാക്കിൾ എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കില്ല, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. സോ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് കോമൻറ്റ് ബിലോ. ഹാപ്പിനെസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള അറിവ് കോമൻറ്റിൽ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവും. സോ ആസ് എ ടീം വർക്ക് നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ജോബൊക്കെ കിട്ടാനായിട്ട് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.